morning all of you. Today we are discussing the new topic about the Multi-State Cooperative Societies Act 2002. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ ഈ ചാപ്റ്ററിൽ കുറേ ആക്റ്റുകളായതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1991 ആണ് പറഞ്ഞത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒരു ആക്റ്റാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ബോർഡിൽ എഴുതിയിട്ടുണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ്, എന്തിനാണ് ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ആക്ടിലുള്ള എല്ലാ റൂൾസുകളും റെഗുലേഷൻസുകളുമാണ് ആ ഒരു ആക്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റൂൾസുകളും റെഗുലേഷൻസുകളാണ് ആ പ്രൊവിഷനിൽ പറയുന്നത്. പ്രൊവിഷനിൽ ഒരു 15 ചാപ്റ്ററുകളിലായിട്ടാണ് ഈ പറയുന്ന പ്രൊവിഷൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ചാപ്റ്ററുകളിലും, അതായത് ഇപ്പോൾ രജിസ്ട്രേഷൻ, രജിസ്ട്രാർ, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചാപ്റ്ററുകളുണ്ട്. അതിൽ തന്നെ സബ്ബായിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സുകളായിട്ട് ഒരു 126ഓളം പോയിൻറ്റ്സുകൾ പറയാനുണ്ട്. അതായത് ഒരു വലിയൊരു ആക്റ്റാണ്. ഒരു ആക്ട് ഇതിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടെ വൈഡായിട്ടുള്ളൊരു പ്രൊവിഷൻസുകളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഒരു ആ ഇനാക്ട്മെൻറ്റിൻ്റെ റീസൺസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പറയുന്നതിനേക്കാൾ മുമ്പായി റീസൺസ് ഫോർ ഇനാക്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതായത് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1991 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യയിൽ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ലോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടെ 2002 എന്ന് പറയുന്ന ആക്ടിനെ പല വർഷങ്ങളിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 2002 ന്യൂ ആക്റ്റായിട്ട് മാറിയത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ആ ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം? നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ആ നോട്ട് 4 കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് തന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നായിരുന്നു. നോൺ ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ, റിമൂവ് ചെയ്യാനാണ് 1912 ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതിൻ്റെ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് അഫയേഴ്സുകൾ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഫോളോ ചെയ്തിരുന്നത്. അതിനുശേഷം 1990 മുതൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റായിട്ട് മാറി. സ്റ്റേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ദ ലോ റിലേറ്റഡ് വിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ടു ബി ഇനാക്റ്റഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. അതായത് ഒരു സ്റ്റേറ്റിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എന്ന് പറയുന്ന ആ ഒരു ബോഡിയാണ് നിയമങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്. ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന മേഖല എവിടെയാണോ അവിടേക്ക് മാത്രമേ ആ നിയമങ്ങൾ അപ്ലിക്കബിൾ ആവുകയുള്ളൂ. വേറെ മറ്റൊരു സ്റ്റേറ്റുകളിലൊന്നും പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ആ റൂളുകൾ അപ്ലിക്കബിൾ അല്ല. അത് തന്നെയായിരുന്നു ഈ 1919 മുതലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ അപ്ലിക്കബിൾ ടു ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഹാവിംഗ് ടു എ പെർട്ടിക്കുലർ ഏരിയ ഓർ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. നമ്മുടെ കേരളത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രമാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ബാധകം. അല്ലെങ്കിൽ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന 1919 മുതലുള്ള നിയമങ്ങൾ ബാധകമാവുള്ളൂ. അത് വലിയൊരു ലിമിറ്റേഷൻ ആയതുകൊണ്ട് ഗവൺമെൻറ് പുതിയൊരു ഇനാക്ട്മെൻറ്റ് കൊണ്ടുവന്നതാണ് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 1942 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിലും കുറച്ചധികം റെസ്ട്രിക്ഷൻസുകൾ ഉള്ളത് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാക്കി മാറ്റി. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്
എന്ന് പറയുന്ന ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ടൈമിലാണ് നമ്മൾ 2 കമ്മീഷൻസുകളുടെ കേസുകൾ പറഞ്ഞിരുന്നത്. ഏതൊക്കെ കമ്മീഷൻസുകളായിരുന്നു? 1991 ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റി നിലവിലുള്ള 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരുപാട് റെസ്ട്രിക്ഷൻസുകൾ ഉള്ളതുകൊണ്ട് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശരിയായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതും ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകതയും ഉന്നയിച്ചുകൊണ്ട് ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നതാണ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1991. അതിനുശേഷം 1996 മിർദ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയും മോഡൽ ലോയെയും അതുപോലെ തന്നെ 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടും റീപ്ലേസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു തരത്തിൽ അതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസുകളെ റിമൂവ് ചെയ്തുകൊണ്ട് കുറേയും കൂടെ ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ഫോർമേഷനിലേക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഇക്കോണമിയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി അതിലുള്ള മെമ്പേഴ്സിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ഇക്കോണമിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നിലനിർത്താനായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ വളരെ വിശാലമായിട്ട് രൂപീകരിക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യകത മിർദ കമ്മിറ്റി കൊണ്ടുവന്നു. പാർലമെൻറ്റിൽ ആ ഒരു നിയമം കൊണ്ടുവരികയും 2002 പുതിയൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വരികയും ചെയ്തു. ആ ഒരു ആക്ടാണ് നമ്മളിനി ഇന്ന് പഠിക്കാൻ പോകുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. അപ്പോൾ അതിൻ്റെ റീസൺസ് ഫോർ ഇനാക്ട്മെൻറ്റിൽ ഇതിനേക്കാൾ വിശദമായി ഞാൻ അന്നത്തെ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു. എന്തൊക്കെ റെസ്ട്രിക്ഷൻസുകളാണ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകളും അവിടെ പറയുന്നു. മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊവിഷൻസുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്താണെന്നുള്ളതും ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകളാണ്. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ആക്ട് രൂപീകരിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? അതായത് മോർ ദാൻ 1 സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് 1942 ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന് തന്നെയാണ്. 1984 അതിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും മോർ ദാൻ 1 സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരേ ഇൻട്രസ്റ്റോട് കൂടെ ഒരേ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റോട് കൂടെ പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ് ഉൾപ്പെടുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം സ്റ്റേറ്റുകളിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു ആക്ടായിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വന്നത് തന്നെ. ഒരൊറ്റ സ്റ്റേറ്റിന് വേണ്ടി മാത്രം ആയിരുന്നില്ല. ഒന്നിലധികം സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ 1 2 അതിലധികമോ സ്റ്റേറ്റുകളുടെ അതിലധികം വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഈസ് ദ ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ദ ഒബ്ജക്ട് not confined to one state, but it is serving the interest of members more than one state. കൂടുതൽ ഒന്നിനേക്കാൾ കൂടുതൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലായാലും കർണാടകയിലായി കഴിഞ്ഞാലും ഒരു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ അവർ മൂന്നിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നതിൻ്റെ നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നൊരു ആക്റ്റാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് തന്നെ. അപ്പോൾ ഒരൊറ്റ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീജിയന് വേണ്ടിയല്ല, മോർ ദാൻ 1 സ്റ്റേറ്റിന് വേണ്ടിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ. ദ ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ദ ഒബ്ജക്റ്റ് നോട്ട് കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ബട്ട് ഫോർ ദി ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് മോർ ദാൻ 1 സ്റ്റേറ്റ്. ദ മെയിൻ ഒബ്ജക്റ്റ് ബിഹൈൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ടു ഫെസിലിറ്റേറ്റ് വോളണ്ടറി ഫോർമേഷൻ. നമ്പർ 1 ഒബ്ജക്റ്റ് ആണ് വോളണ്ടറി ഫോർമേഷൻ. ദ വോളണ്ടറി ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സ്വമേധയാ രൂപീകരിക്കുക. ഒരു കൂട്ടം
മെമ്പേഴ്സ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമാവലികളും ആ വാലിഡ് ഫോർമേഷന് വേണ്ട റിക്വസിറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാകണം എന്നുള്ളത് ഒരു ഒബ്ജക്റ്റാണ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ആണ്. ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്. അതായത് സ്വയം സഹായവും പരസ്പര സഹായവും എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേഷൻ്റെ തന്നെ ഒരു പ്രിൻസിപ്പിളാണ്. ആ പ്രിൻസിപ്പിൾസുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു ഡെമോക്രാറ്റിക് ഫങ്ഷനെയാണ് ഈ ആക്ട് ഒബ്ജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടു എനേബിൾ ദ ഇക്കോണമി ടു പ്രൊമോട്ട് ഓർ ഡെവലപ്പ് ദെയർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ്. ഈ ഒരു സൊസൈറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഇക്കോണമിയിൽ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബെറ്റർമെൻറ്റ് ഉണ്ടായിരിക്കണം, മെമ്പർമാർക്കും ഉണ്ടായിരിക്കണം. അതേസമയം നമ്മുടെ ഇക്കോണമിയിലും ബെറ്റർമെൻറ്റ് ഉണ്ടായിരിക്കണം, അവരുടെ സർവീസ് കൊണ്ട് അവരുടെ ബിസിനസ് കൊണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ലാസ്റ്റ് വൺ പറയുന്നത് ടു പ്രൊവൈഡ് ഫങ്ഷണൽ ഓട്ടോണമി. പ്രവർത്തനം ഇവരുടെ സൊസൈറ്റിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസോ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ഇതൊന്നും ഇല്ലാതെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യാനായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് നിലനിർത്തുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തപ്പോഴാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിൽ വന്നത്. ആക്ട് നിലവിൽ വന്നത് ജൂലൈ 3 അതായത് റിപ്പബ്ലിക് ഡേയുടെ, അതായത് 53ാം റിപ്പബ്ലിക് ഡേയിലാണ് ഈ പാർലമെൻറ്റ് ഈ ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്രൊവിഷൻസുകൾ പറയുന്നുണ്ട്. കാരണം ഒരു സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ മാത്രമല്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകൾ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെ നിയമങ്ങൾ മാത്രമേ ബാധകമാവുള്ളൂ. പക്ഷേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സൊസൈറ്റികളെയും റെഗുലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു നിയമമായിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ലോകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാപ്റ്റേഴ്സുകളാണ്, 15 ചാപ്റ്റേഴ്സുകളായിട്ടാണ് അതിനെ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ് ചാപ്റ്റർ 1. നമ്പർ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. നമ്പർ 2 അപ്ലിക്കേഷൻ, ഈ സൊസൈറ്റിയുടെ അപ്ലിക്കേഷൻ ലെവൽ എവിടെയാണെന്നുള്ളതാണ് പറയുന്നത്. നമ്പർ 3 പറയുന്നത് ഡെഫിനിഷൻസുകളാണ്. ഡെഫിനിഷൻസുകൾ ഈ ചാപ്റ്റർ 1 ഒരു 23ഓളം ഡെഫിനിഷൻസുകൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് പ്രൊവിഷനിൽ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്, അപ്ലിക്കേഷൻ ആൻഡ് ഡെഫിനിഷനിൽ കുറച്ച് പോയിൻറ്റ്സുകൾ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. ഏരിയ ഓഫ് ഓപ്പറേഷൻ, what is board, then bylaw, central registrar, who is the central registrar, chief executive under this act, cooperative bank, what do you mean by cooperative bank under this act, then cooperative principles. അപ്പോൾ 7 ഡെഫിനിഷൻസിൻ്റെ പോയിന്റ് മാത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നമുക്കൊരു 23ഓളം ഡെഫിനിഷൻസുകൾ ഈ ചാപ്റ്റർ 1 തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളണ്ടറി ഫോർമേഷനോടുകൂടെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും പ്രവർത്തിക്കാൻ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യാനായിട്ട് ഒരു ഈസിയർ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് അഫയേഴ്സുകൾ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് പ്രൊവിഷനിൽ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റിൽ എന്താ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 1 ഈ സൊസൈറ്റീസ് ആക്ടിന് ഒരു ടൈറ്റിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ നെയിം അല്ലെങ്കിൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഈ ആക്ടിൽ ചാപ്റ്റർ 1 ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നുള്ളതാണ്. ദെൻ എക്സ്റ്റെൻഡ് ആണ് പറയുന്നത്
ഈ ആക്ട് എവിടെയൊക്കെയാണ് ബാധകമായിട്ടുള്ളത്, ലോ അപ്ലിക്കബിൾ ആവുന്നത് എവിടെയൊക്കെയാണ്. നമുക്കറിയാം മോർ ദാൻ വൺ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ എന്തായിരിക്കും അത് അപ്ലിക്കബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏതൊക്കെ സ്റ്റേറ്റിൽ വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ ആക്ട് തന്നെയാണ് അപ്ലിക്കബിൾ ആവുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമൻസ്മെൻറ്റാണ് പറയുന്നത്. കമൻസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം, അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺസ് നമ്മൾ പറഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്ത വർഷം 2002-ലാണ്. അതായത് 1942 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്തു 1984. 84 റൂളിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് 2002 എന്ന് പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. അപ്പോൾ അതിൻ്റെ കമൻസ്മെൻറ്റ് ഇറ്റ് ഷാൽ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് എസ് ഡേറ്റ് സെൻട്രൽ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഈ ഒരു ആക്ട് പാസ്സായിട്ടുള്ള ആ ഡേറ്റ് 2002-ലാണ് അത് നിയമപ്രാബല്യത്തിൽ വരുന്നത്. അന്ന് മുതൽ ഈ ആക്ട് നിലവിൽ വന്നു. അതാണ് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റിൽ പറയുന്നത്. നമ്പർ 2 പറയുന്നത് അപ്ലിക്കേഷനാണ്. എന്താ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട് ഏതെല്ലാം ടൈപ്പിലുള്ള സൊസൈറ്റികൾക്കാണ് ബാധകമാവുന്നത്. നമുക്കറിയാം ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരൊറ്റ സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളല്ല, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും വിവിധ സ്റ്റേറ്റുകളിൽ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും നിയമങ്ങൾ ഈ ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ആ നിയമം ബാധകമാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ഓൾ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ, അതായത് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റികൾക്കും ഈ ആക്ട് ബാധകമാണ്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനിൽ പറയുന്നത് ഓൾ കോപ്പറേറ്റീവ് ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നോട്ട് കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇത് അപ്ലൈസ് ദ ലോ റിലേറ്റിംഗ് ടു ദി അപ്ലിക്കേഷൻ ടു മോർ ദാൻ വൺ സ്റ്റേറ്റ്. നമ്പർ 2 ഓൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ. നമ്പർ 3 ഡെഫിനിഷൻസുകളാണ്. അതായത് നമ്മൾ ഈ സെക്കൻഡ് പോയിന്റ് അപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ അപ്ലിക്കേഷൻ പറഞ്ഞത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും എല്ലാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഈ നിയമം ബാധകമാണ്. ഡെഫിനിഷനിൽ കുറച്ചേറെ ഡെഫിനിഷൻസുകളുണ്ടെന്ന് പറഞ്ഞു. നമ്പർ 1 പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും പ്രവർത്തന മേഖല? എവിടെയാണോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ളത് അതിനെയാണ് ആ ഒരു പ്രവർത്തന മേഖല എന്നത് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അതായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ഇറ്റ് മീൻസ് ദ ഏരിയ ഫ്രം വിച്ച് ദ പേഴ്സൺസ് ആർ അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. എവിടെ നിന്നാണോ മെമ്പേഴ്സായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകൾ അവിടെയൊക്കെ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ 25 പേര് കേരളത്തിലാണ്, കുറച്ച് പേര് നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 2 സ്റ്റേറ്റുകളിൽ കൂടെയാണ് ഉള്ളത്. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഏരിയ ഫ്രം വിച്ച് ദ മെമ്പേഴ്സ് ആർ അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. നമ്പർ 2 ബോർഡ്. നമ്പർ 2 ബോർഡ്. ബോർഡിനും ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് കേൾക്കുന്നുണ്ട്, കമ്മിറ്റി ബോർഡ് എന്നൊക്കെ പറയും. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഇറ്റ് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ദി ഗവേണിംഗ് ബോഡി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ഗവേണിംഗ് ബോഡി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഗവേണിംഗ് ബോഡിയെയും നമ്മൾ എൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഫങ്ഷൻ എന്തായിരിക്കും? കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് സ്ഥാപനമായി ആവട്ടെ ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് അഫയേഴ്സ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ ബിസിനസ്സിനെ എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ളതായിരിക്കും. അതിനെ ഓർഗനൈസ് ചെയ്യുക, അതിനെ റെഗുലേറ്റ് ചെയ്യുക, അതിനെ ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതാണ് ആ ഒരു ബോഡിയുടെ ഫങ്ഷൻ തന്നെ. ഇവിടെയും സെയിം തന്നെയാണ് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ജനറൽ ബോഡി ഈസ് എൻട്രസ്റ്റഡ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദി അഫയേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി, ബിസിനസ് ഓഫ് ദി സൊസൈറ്റി. എന്തിനു വേണ്ടിയാണ് ഈ ബോർഡിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സൊസൈറ്റിയുടെ ബിസിനസ് അഫയേഴ്സ്, അതിൻ്റെ മാനേജ്മെൻറ്റ് അഫയേഴ്സുകൾ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയെയാണ് ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവേണിംഗ് ബോഡി ആവാം, അല്ലെങ്കിൽ അതിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നായിരിക്കാം അതിനെ വിളിക്കുന്നത്. ഏതായി കഴിഞ്ഞാൽ ബോർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഈ ആക്ടിൽ മെൻഷൻ ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത് ബൈലോ.
നമ്മുടെ എല്ലാ സൊസൈറ്റികൾക്കും ബൈലോ കമ്പൽസറി ആണെന്നുള്ളത് 1904 മുതൽ പഠിക്കുന്നതാണ്. 1904 സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബൈലോ വേണമെന്ന് പറഞ്ഞു. 12 ആക്ട് പഠിച്ചപ്പോഴും നമ്മൾ ബൈലോനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതൊരു സൊസൈറ്റി രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു നിയമാവലി ഉണ്ടാവണം. ആ നിയമാവലി എന്നാണോ രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് മുതൽ അത് നിയമപ്രാബല്യത്തിലായിരിക്കും. ആ സൊസൈറ്റിയുടെ നിയമം പ്രാബല്യത്തിലാകുന്നത് അത് രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിയമപ്രാബല്യത്തിൽ വരുന്നത് മുതലാണ്. അപ്പോൾ ബൈലോ മീൻസ് ദ ബൈലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അതാത് സമയങ്ങളിൽ നിർമ്മിക്കുന്ന ബൈലോനെയാണ് ഇവിടുത്തെ ഡെഫിനിഷനിൽ ബൈലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ രജിസ്ട്രാറാണ്. എന്താ സെൻട്രൽ രജിസ്ട്രാർ എന്ന്? നമ്മൾ രജിസ്ട്രാർ എന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇതുവരെ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോപ്പ് അതോറിറ്റി ആയിട്ടുള്ള രജിസ്ട്രാർ എന്ന് പറയുന്ന വ്യക്തിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന്, അതിൻ്റെ ബൈലോയെ അമെൻമെൻറ്റ് ചെയ്യുന്നതിന്, സൊസൈറ്റിയുടെ ഇൻസ്പെക്ഷന്, ഓഡിറ്റിന്, എൻക്വയറി ഇതൊക്കെ ചെയ്യാൻ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു രജിസ്ട്രാർ എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പക്ഷേ ഇവിടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് അതിനെ സെൻട്രൽ രജിസ്ട്രാർ എന്നാണ് പറയുക. ആരായിരിക്കും സെൻട്രൽ രജിസ്ട്രാർ? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് സെൻട്രൽ രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഒരു എംപവർ ചെയ്യുന്ന ഒരു ഓഫീസറായിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രാറോ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയെ തന്നെയാണ് സെൻട്രൽ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം? സെൻട്രൽ രജിസ്ട്രാറുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആക്റ്റിൽ സെൻട്രൽ രജിസ്ട്രാർ ആരാണ് എന്നുള്ള ഡെഫിനിഷൻ പറയുന്നു. സെൻട്രൽ രജിസ്ട്രാർ മീൻസ് ദ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ എംപവേർഡ് ടു എക്സർസൈസ് ദി പവർ ഓഫ് ദി സെൻട്രൽ രജിസ്ട്രാർ. സെൻട്രൽ രജിസ്ട്രാർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സെൻട്രൽ രജിസ്ട്രാറുടെ പദവി ചെയ്യുന്നതിന് വേണ്ടി, അയാളുടെ ഫങ്ഷൻസുകൾ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാളിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെയും സെൻട്രൽ രജിസ്ട്രാർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഈ ആക്ടിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സൺസുകൾ, ഒഫീഷ്യലായിട്ടുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില കേസുകളിലൊക്കെ രജിസ്ട്രാർ നേരിട്ടിട്ട് സൊസൈറ്റിയെ ആയിരിക്കില്ല അറിയിക്കുക, ആ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ ആയിരിക്കും അറിയിക്കുന്നത്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവിനെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്കാണ്. നമുക്ക് ബാങ്ക് എന്താണെന്നറിയാം. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. അപ്പോൾ ആ ഒരു ഫങ്ഷൻ ചെയ്യുന്ന സൊസൈറ്റികളെയാണ് ഇവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ബാങ്കിങ് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ കോപ്പറേറ്റീവ് ബാങ്ക്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾ. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ബാങ്കിങ് ബിസിനസ്സുകളായിരിക്കണം ചെയ്യേണ്ടത്. ദെൻ ബാങ്കിങ് ബിസിനസ്സുകൾ ചെയ്യുന്ന സൊസൈറ്റീസുകൾ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് അണ്ടർടേക്സ് ദ ബാങ്കിങ് ബിസിനസ്. നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ആ ഐഡിയോളജി ഫോളോ ചെയ്തുകൊണ്ടാണ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇവിടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, പല പ്രൊവിഷൻസുകളിലും മെൻഷൻ ചെയ്യുന്നൊരു പോയിൻ്റാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ ആക്റ്റിൽ എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ സ്പെസിഫൈഡ് ഇൻ ദി ഫസ്റ്റ് ഷെഡ്യൂൾ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസുകളെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻസുകൾ: കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഇയർ, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഫെഡറൽ കോപ്പറേറ്റീവ്സ്,
ജനറൽ ബോഡി, ജനറൽ മീറ്റിംഗ്, മെമ്പർ കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, ഒരു കുറച്ചധികം ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു 7 പോയിൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയത്. മീൻസ് നെക്സ്റ്റ് പോയിന്റുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നുള്ളതാണ്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിൽ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികളാണ്. ദ സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ഇൻ എനി സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിലായാലും കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നിലവിൽ വന്നു കഴിഞ്ഞാൽ, നിയമപ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അതിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു നിയമപ്രാബല്യത്തിൽ വന്ന എല്ലാ സൊസൈറ്റികളെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ് ഇയർ ആണ്. ഇത് കോപ്പറേറ്റീവ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, മാർച്ച് 31 ആണ്. അതുപോലെ തന്നെയാണ് മാർച്ച് 31 ഓഫ് ദി ഇയർ. ഓരോ വർഷവും മാർച്ച് 31 കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഇയർ എൻഡിങ് ആണ്. അതാണ് കോപ്പറേറ്റീവ് ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് നെയിമാണ്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ നെയിം. DICGC, ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, DICGC എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിങ് ബിസിനസ്സുകളൊക്കെയാണ്, ബാങ്കിങ് കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ, അതായത് എന്തെങ്കിലും കേസുകളിൽ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയോ അമാൽഗമേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിന് എമൗണ്ടുകളൊക്കെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇൻഷുർഡ് ബാങ്ക് അല്ലെങ്കിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കിന് അതിലുള്ള ഡെപ്പോസിറ്റേഴ്സിന് DICGC ആയിരിക്കും എമൗണ്ട് കൊടുക്കുന്നത്. ബാങ്കിന് ഈ കോപ്പറേറ്റീവ് ബാങ്ക് DICGCയിലേക്ക് എമൗണ്ട് തിരിച്ചടക്കുകയും ചെയ്യണം. അപ്പോൾ താൽക്കാലികമായിട്ട് ഡെപ്പോസിറ്റേഴ്സിൻ്റെ എമൗണ്ടുകളെല്ലാം കൊടുക്കുന്നത്, പേയ്മെൻറ്റ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ DIC എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഈ ആക്ടിൽ പറയുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഫെഡറൽ കോപ്പറേറ്റീവ്സ് ആണ്. ഫെഡറൽ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാനുണ്ട്. ഫെഡറൽ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർ ദിസ് ആക്ട് ആണ്. അതായത് ഒരു ടോപ്പ് ലെവലിൽ വരുന്ന ഒരു എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷനെയാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെഡറൽ സൊസൈറ്റി അല്ലെങ്കിൽ ഫെഡറൽ കോപ്പറേറ്റീവ്സ് മീൻസ് ദ ഫെഡറേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർ ദിസ് ആക്ട്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ഫെഡറേഷനെയാണ് ഫെഡറൽ കോപ്പറേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി നമുക്ക് കേട്ട് പരിചയമുള്ളൊരു ടേമാണ്. മെമ്പേഴ്സിൻ്റെ ബോഡിയാണ് എന്ത് പറയുക, ജനറൽ ബോഡി. അപ്പോൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് വളണ്ടറി ഫോം ചെയ്യുന്നതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആരെങ്കിലും മെമ്പർമാരായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പിനെയാണ് ജനറൽ ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്, in relation to multi-state cooperative societies means all members of that society, and in relation to national cooperative society or federal cooperative society means all the delegates or members of the cooperative society. ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർമാരാണ്. പക്ഷേ നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ ബോഡി ആരായിരിക്കും? മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളായിരിക്കും. അപ്പോൾ ആ അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മെമ്പേഴ്സായി വരുമ്പോൾ അവരെയാണ് ജനറൽ ബോഡി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നോർമലി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസ് ആണ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺസിൻ്റെ ഗ്രൂപ്പിനെയാണ് ജനറൽ ബോഡി എന്നതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് ഈ മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിനെയാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ജനറൽ ബോഡി മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡി കൺവീൻ ചെയ്യുന്ന മീറ്റിംഗ് ആണ് ജനറൽ മീറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മെമ്പേഴ്സ് ആരാന്നുള്ളതാണ് പറയുന്നത്. ഈ ആക്ടിൽ മെമ്പർ എന്ന് പറയുന്നതിനൊരു ഡെഫിനിഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൊസൈറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് അതിന് കുറേ പ്രൊസീജിയറുകളുണ്ട്. ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം രജിസ്ട്രാർക്ക്. അപ്പോൾ ആപ്ലിക്കേഷനിൽ ഇത്ര വ്യക്തികളാണ് അതിൽ മെമ്പർമാരുണ്ടെങ്കിൽ മാത്രമേ, ഇത്ര പേഴ്സൺസുകൾ സൈൻ ചെയ്തെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികൾ മെമ്പേഴ്സാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേം സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷന് ശേഷവും ചില മെമ്പേഴ്സിനെ മെമ്പർമാരായിട്ട് അഡ്മിറ്റ് ചെയ്യാം. ചില ആളുകൾ ഈ സൊസൈറ്റിയിലേക്ക് മെമ്പർമാരായി കടന്നു വരാം. അപ്പോൾ ആ വ്യക്തികളും മെമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. അപ്പോൾ രജിസ്ട്രേഷന് മുമ്പും രജിസ്ട്രേഷന് ശേഷവും മെമ്പേഴ്സായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് മെമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മെമ്പർ കോപ്പറേറ്റീവ്സ് ആണ്. മെമ്പർ കോപ്പറേറ്റീവ്സ് അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ ഇതൊക്കെ എന്താവാം? മെമ്പർ കോപ്പറേറ്റീവ്സുകളാവാം. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വ്യക്തികളാണ് മെമ്പർ എന്നുണ്ടെങ്കിൽ ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ മെമ്പർമാരാവാം. അപ്പോൾ ആ മെമ്പർമാരെയാണ് മെമ്പർ കോപ്പറേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫെഡറൽ സൊസൈറ്റിയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളോ മെമ്പർമാർ ആയിക്കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയെയാണ് മെമ്പർ കോപ്പറേറ്റീവ്സ് എന്നതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പം മെമ്പർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത വ്യക്തികൾ മെമ്പർമാരാണ്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷവും ആ സൊസൈറ്റിയിൽ മെമ്പർമാരാകാൻ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളും മെമ്പേഴ്സാണ്. പക്ഷേ മെമ്പർ കോപ്പറേറ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫെഡറൽ സൊസൈറ്റി, അതായത് എല്ലാ സൊസൈറ്റികളുടെയും ഒരു ഫെഡറേഷനാണ് ഫെഡറൽ സൊസൈറ്റി. ആ ഫെഡറൽ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസ് ആവില്ല. മറ്റ് സ്റ്റേറ്റുകളിലുള്ളതോ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരിക്കാം ഈ ഫെഡറൽ സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവുന്നത്. അവരിനെയാണ് മെമ്പർ കോപ്പറേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻസ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി, നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, നോട്ടിഫിക്കേഷൻ, ദെൻ ഓഫീസർ, പ്രിസ്ക്രൈബ്ഡ്, റിസർവ് ബാങ്ക് ആൻഡ് റൂൾസ്. അപ്പോൾ ഡെഫിനിഷൻസുകളിലേക്ക് നമുക്ക് വരാം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെമ്പർ എന്താണെന്ന് പറഞ്ഞു, മെമ്പർ കോപ്പറേറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു. മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ പേഴ്സൺ ഹൂ ജോയിനിങ് ഫോർ ദി ഇൻ ദി അപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ് ആഫ്റ്റർ ദി രജിസ്ട്രേഷൻ. ദെൻ കോപ്പറേറ്റീവ് മെമ്പർ എന്ന് പറഞ്ഞാൽ മെമ്പർ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റികളോ അനദർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളോ മെമ്പർ കോപ്പറേറ്റീവ്സുകളാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ആക്ടിൻ്റെ പേര് തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നാണ്. ഈ ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഡെഫിനിഷൻ പറയുന്നത്. കൂടാതെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റു സൊസൈറ്റികളാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഓൾ ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഇൻക്ലൂഡിംഗ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് ഡെഫിനിഷനിൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. നമുക്കറിയാം ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് അല്ലേ. നമ്മളെടുത്തിട്ടുള്ള ഷെയറോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഹോൾഡ് ചെയ്യുന്നത് ഈ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന് മാത്രമേ ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബൈലോയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ടിന് ആനുപാതികമായിട്ടാണ് ലയബിലിറ്റി ഉള്ളതെങ്കിൽ ആ ലയബിലിറ്റിയാണ് ഇവിടുത്തെ ലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലയബിലിറ്റിയെ
ബൈലോ അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അമെൻമെൻറ്റുകളൊക്കെ ചെയ്യാം, മാറ്റങ്ങളൊക്കെ വരുത്താം. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടുള്ള സൊസൈറ്റികളെ മാത്രമേ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലോയിൽ എത്ര എമൗണ്ട് ആണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ എമൗണ്ടിന് മാത്രമേ അവരുടെ ലയബിലിറ്റി ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി അല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒബ്ലിഗേഷൻസുകളുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അസറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എല്ലാം ബൈലോയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ടിന് പ്രൊപ്പോർഷനായിട്ട് ആയിട്ടുള്ള മാത്രമേ അല്ലെങ്കിൽ ആ എമൗണ്ടിലേക്ക് മാത്രമേ ലയബിലിറ്റി ഇൻക്ലൂഡിങ് ആവുന്നുള്ളൂ. അതാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതാണ്. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പെസിഫൈഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ. ഈ ആക്ടിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ മെൻഷൻ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുക. അപ്പം നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഫെഡറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളാണ് എന്നുണ്ടെങ്കിൽ നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് മീൻസ് എ നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അതായത് ഒഫീഷ്യലായിട്ടുള്ള ഗസറ്റുകളിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം ഗസറ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസുകളെയാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒഫീഷ്യൽ ഗസറ്റുകളിൽ മാത്രം പബ്ലിഷ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പുകളാണ് അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷനാണ് ഈ ടേമിലെ നോട്ടിഫിക്കേഷൻ. നെക്സ്റ്റ് ഈ ആക്ടിലെ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, സെക്രട്ടറി, ദെൻ മാനേജർ, മെമ്പർ ഓഫ് ദി ബോർഡ്, ട്രഷറർ, ലിക്വിഡേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റർ. ഈ വ്യക്തികളൊക്കെ ഓഫീസർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെയും ഇനി ഈ ആക്ട് പ്രകാരം സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് അഫയേഴ്സ് അല്ലെങ്കിൽ ആ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എംപവർ ചെയ്യുന്ന മറ്റേതെങ്കിലും വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും ഓഫീസർ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചെയർമാൻ, വൈസ് ചെയർമാൻ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ട്രഷറർ, ലിക്വിഡേറ്റർ, സെക്രട്ടറി, ദെൻ മാനേജിംഗ് ഡയറക്ടർ, മാനേജർ, മെമ്പർ ഓഫ് ദി ബോർഡ്, അഡ്മിനിസ്ട്രേറ്റർ, ഇവരെല്ലാവരെയും ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഓഫീസർ. കൂടാതെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, അതിനെ എക്സർസൈസ് ചെയ്യാൻ ഡ്യൂട്ടിയുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും ഓഫീസർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ്. ഈ ആക്ടിൽ ചില കേസുകളിലൊക്കെ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ലോ എന്ന് പറയും. അപ്പോൾ എന്താ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിലുള്ള റൂൾസുകളെയാണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രജിസ്ട്രാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാർ സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നതാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ റൂളുകളിലാണ് രജിസ്ട്രേഷനെയും രജിസ്ട്രാറേയും കുറിച്ച് പറയുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂളാണ് ഇവിടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് എന്നതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് റിസർവ് ബാങ്ക്. അതായത് ഈ ആക്ടിൽ റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. റിസർവ് ബാങ്കിൻ്റെ സ്പെഷ്യൽ ഓർഡറിൽ വരുന്ന ചില കേസുകളൊക്കെ ഈ ആക്ടിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് പ്രൊവിഷനിൽ പറയുന്നതാണ്. അപ്പോൾ എന്താ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരം അത് നിലവിൽ വന്നിട്ടുള്ളത് വർഷമാണ് 1935. ആ റിസർവ് ബാങ്ക് തന്നെയാണ് ഈ പറയുന്ന ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റിസർവ് ബാങ്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 റിസർവ് ബാങ്കിനെ തന്നെയാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ റിസർവ് ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് റൂളാണ്. എന്താ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിൽ പറയുന്ന റൂൾസുകളെ റൂൾ എന്ന് പറയുന്ന ഡെഫിനിഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു 23ഓളം ഡെഫിനിഷൻസുകൾ മാത്രം പറയുന്നുണ്ട്. കൂടാതെ ചാപ്റ്റർ 1 പറയുന്ന മറ്റു കാറ്റഗറിയാണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. നമ്പർ 2 അതിൻ്റെ അപ്ലിക്കേഷൻ. നമ്പർ 3 ആയിരുന്നു നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ. ആ ഡെഫിനിഷനിൽ കുറേയേറെ പോയിന്റുകൾ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ വന്ന വർഷമാണ് 2002 ജൂലൈ 3 ഈ ലോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് മാത്രം വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടതല്ല. കൂടുതൽ സ്റ്റേറ്റുകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഒരേ താല്പര്യത്തോടു കൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഒരേ ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ടെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റികളെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ബോഡി അല്ലെങ്കിൽ ഒരു നിയമമാണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഈ ആക്ടിൽ പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഒരു വളണ്ടറി ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ഉദ്ദേശം സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്. അതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു ഫങ്ഷൻ ചെയ്യാൻ ഉതകുന്ന രീതിയിൽ സൊസൈറ്റിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ ഒരു ലക്ഷ്യം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി, ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലെ മെമ്പർമാർക്കും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ഭദ്രത കൊണ്ടുവരണം. അതുപോലെ സമൂഹത്തിനായി കഴിഞ്ഞാലും നമ്മുടെ ഇക്കോണമിക്കായി കഴിഞ്ഞാലും അതുകൊണ്ടൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുണ്ട്. കൂടാതെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുക. അതായത് മറ്റൊരു തരത്തിലുള്ള നിയമാവലികളോ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസോ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റർഫിയറൻസോ ഇല്ല. അതൊരു കോംപ്രിഹെൻസീവായിട്ടുള്ള നിയമങ്ങൾ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും റെസ്ട്രിക്ഷൻസുകളായിരിക്കും. ആ റെസ്ട്രിക്ഷൻസുകളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഒരു ആക്റ്റാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ആ സൊസൈറ്റീസ് ആക്ടിൻ്റെ ചാപ്റ്റർ 1 ആണ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞത്. ചാപ്റ്റർ 2 അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.